ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ഹൈപ്പ് തരാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് അധ്യായത്തിലേക്ക് പോവാം. അധ്യായം 277. സിദ്ധാർത്ഥ് ശരിക്കും തൻ്റെ ഡാഡിയാണോ എന്ന സംശയത്തിലായിരിക്കും അശ്വിൻ. അങ്ങനെ നീലിമയെ വിലക്കിക്കൊണ്ട് തന്നെ സാവന്ത് കണ്ണു കാണിച്ചത് ഹാളിലേക്കായിരുന്നു. ആ നോട്ടത്തിനെ പിന്തുടർന്നതും ലാവണ്യ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവിടെ സോഫയിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ബഹളം വെച്ചതിൽ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. അതിലൂടെ തന്റെ ഇമേജ് നഷ്ടമായെന്ന് അവൾ ഭയന്നു. അവൾ പെട്ടെന്ന് തന്നെ അച്ഛന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അങ്കിൾ എപ്പോഴാ വന്നത്? ലാവണ്യ സൗമ്യമായി ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി മോളെ. ഞാൻ ഇവിടെ ഇല്ലാതായിരുന്നെങ്കിൽ നീ ഈ വീട് ഇടിച്ചു നിരത്തിയേനെ, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. ആ സ്വരത്തിലെ പരിഹാസം അവൾക്ക് എളുപ്പം മനസ്സിലായി. അത് ഞാൻ. ലാവണ്യ വാക്കുകൾക്ക് വേണ്ടി പരുങ്ങി. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്കറിയാം, വിവാഹത്തിന്റെ കാര്യത്തിൽ നിനക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷേ അതിന് നീ ഇങ്ങനെ വീട്ടു സാധനങ്ങൾ നശിപ്പിക്കുകയല്ല വേണ്ടത്, അദ്ദേഹം പറഞ്ഞു. അവൾക്കപ്പോൾ ഒന്നും തന്നെ മറുപടി പറയാനുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ സിദ്ധാർത്ഥ് ഇതിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണുനീർ കണ്ട് അച്ഛന്റെ മനസ്സലിഞ്ഞു. ഇതിനു മുൻപേ ലാവണ്യയുടെ ഈ മുഖം അദ്ദേഹം കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ലാവണ്യ നിന്നിട്ടുള്ളത്. വിഷമിക്കാതെ മോളെ, ഈ വിവാഹം നടക്കും. സിദ്ധു പിന്മാറില്ല. ഇനി അവൻ പിന്മാറിയാലും ഞാൻ സമ്മതിക്കില്ല. ഈ വിവാഹം നടത്തിയിരിക്കും, അദ്ദേഹം അവൾക്ക് ഉറപ്പു നൽകി. അത് കേട്ട് ലാവണ്യയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അവൾ കൃതജ്ഞതയോടെ അദ്ദേഹത്തെ നോക്കി. പിന്നെ അവർക്കിടയിലെ സംസാരം തുടർന്നു. അപ്പോഴും അച്ഛൻ സിദ്ധാർത്ഥിനെ പറ്റി ഒന്നുകൂടി ചിന്തിച്ചു. ലാവണ്യ എത്രമാത്രം സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ഇഷ്ടക്കേട് അദ്ദേഹം കാര്യമാക്കിയില്ല. ഈ വിവാഹം നടന്നാൽ ലാവണ്യ സന്തോഷവതിയായിരിക്കും. പിന്നെ സമാധാനത്തിൽ സിദ്ധാർത്ഥും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതേ സമയത്തിന് സിദ്ധാർത്ഥ് കമ്പനിയിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോള് വന്നത്. ആദ്യം അവനത് കാര്യമാക്കിയില്ല. വീണ്ടും കോള് വന്നപ്പോൾ അവനത് അറ്റൻഡ് ചെയ്തു. ഹലോ, സിദ്ധാർത്ഥല്ലേ സംസാരിക്കുന്നത്? മറുതലക്കിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. അവരുടെ സ്വരം അവന് പരിചിതമായി തോന്നി. എസ്, ആരാണ്? സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു. ഞാൻ ലില്ലി, നീലിമയുടെ ഫ്രണ്ടാണ്. നിന്നെ എനിക്കറിയാം. ഞാനാണ് നിന്റെ കാർ ആക്സിഡന്റ് ആക്കിയത്, അവർ പറഞ്ഞു. സിദ്ധാർത്ഥിന് ദേഷ്യം തോന്നി. പക്ഷേ അവൻ അത് നിയന്ത്രിച്ചു. അതെനിക്കറിയാം. ഇപ്പൊ നീ എന്തിനാ വിളിച്ചത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നെ ഒന്ന് കാണണം, അർജന്റാണ്, അവർ പറഞ്ഞു. ഓക്കെ, എവിടെ വെച്ച് കാണണം? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമയുടെ പഴയ അപ്പാർട്ട്മെന്റിൽ വെച്ച് കാണാം. അവിടെ വെച്ച് സംസാരിക്കുന്നതാണ് സേഫ്, അവൾ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം നിശബ്ദനായി. ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് ഇരിച്ചു കയറി. ഓക്കെ, ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം, സിദ്ധാർത്ഥ് പറഞ്ഞു. അധികം വൈകാതെ തന്നെ കോൾ കട്ടായി. ഒരു പക്ഷേ നീലിമയെ കണ്ടെത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും വിവരം കിട്ടിയാലോ എന്നോർത്ത് സിദ്ധാർത്ഥ് വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ അവൻ നീലിമയുടെ അപ്പാർട്ട്മെന്റിലെത്തി. അവന്റെ ഓർമ്മകൾ വീണ്ടും സജീവമായി. അവൻ അവിടെ നീലിമയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. അവൻ ഡോറിൽ മുട്ടി. അധികം വൈകാതെ തന്നെ ലില്ലി വാതിൽ തുറന്നു. സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി. ആദ്യം അവൻ ചുറ്റും നോക്കി. അവിടെയെല്ലാം നല്ല വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം നീലിമയുടെ ഫോട്ടോകളും. അവൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. അവനെ അവിടെ ഇരുത്തി ലില്ലി വെള്ളവുമായി വന്നു. സിദ്ധാർത്ഥ് അത് വാങ്ങി കുടിച്ചു. ഒരു പക്ഷേ ലില്ലിയുടെ കൂടെ നീലിമ കാണുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. നീലിമ എവിടെ? അവൻ അക്ഷമയോടെ ചോദിച്ചു. അപ്പോ ലില്ലിയുടെ മുഖം വാടി. അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവൾക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. അത് കേട്ട സിദ്ധാർത്ഥ് ഒന്ന് ഞെട്ടിപ്പോയി. അവന്റെ നെഞ്ച് പിടഞ്ഞു. അവൻ സംശയത്തോടെ ലില്ലിയെ നോക്കി. നിനക്കെങ്ങനെ ഈ കാര്യം അറിയാം? അവൻ ചോദിച്ചു. ഞങ്ങൾക്കിടയിൽ ഒരു കണക്ഷനുണ്ട്. അവൾക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്കറിയാൻ കഴിയും. ആദ്യം ഞാനത് കാര്യമാക്കിയില്ല, പിന്നെ എന്റെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമായി, ലില്ലി പറഞ്ഞു. ഇതിനിടയിൽ ലില്ലി സിദ്ധാർത്ഥിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നീലിമയുടെ അച്ഛന്റെ മരണവും അമ്മയുടെ അസുഖവും പിന്നെ ലാവണ്യയെ പറ്റിയും എല്ലാം. അവൾ സിദ്ധാർത്ഥിനെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. അത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു. ലാവണ്യ നീലിമയെ ഉപദ്രവിച്ചത് അത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ കൊല്ലാനുള്ള ദേഷ്യം അപ്പൊ തന്നെ അവനുണ്ടായിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടി. എല്ലാം കേട്ടുകഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. ഒരു വാക്കുപോലും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവന്റെ പോക്ക് കണ്ടിട്ട് ലില്ലിക്ക് ഭയം തോന്നി. സിദ്ധു, നീ എങ്ങോട്ടായി പോകുന്നത്? ലില്ലി ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. അവൾ ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. ദേഷ്യത്തിൽ ഒന്നും ചെയ്യരുത്.
നീലിമയ്ക്ക് നിന്നെ ആവശ്യമുണ്ട് സിദ്ധു, അതുകൊണ്ട് നീ ജീവനോടെ വേണം, ലില്ലി യാചനയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതുവരെ നീലിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയെങ്കിലും എനിക്കതിന് കഴിയണം, അതുകൊണ്ട് എന്നെ തടയരുത്, സിദ്ധാർത്ഥ് പറഞ്ഞു. പിന്നെ അവൻ ലില്ലിയുടെ കയ്യിൽ നിന്നും സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി. അവന്റെ കാർ ചീറിപ്പാഞ്ഞു പോയി. ഇതേ സമയം അശ്വിൻ അവന്റെ റൂമിൽ തനിച്ചായിരുന്നു. അവൻ അപ്പോൾ നീലിമയുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇയാൾ എന്റെ ഡാഡിയാണോ അതോ ഇനി കള്ളം പറയാണോ? എന്തായാലും അമ്മയെ കാണാതെ എനിക്കൊരു സമാധാനവുമില്ല, അശ്വിൻ മനസ്സിൽ പറഞ്ഞു. അവൻ വേഗത്തിൽ കണ്ണുകൾ അടച്ചു. പിന്നെ കട്ടിലിൽ നിന്നും ഇറങ്ങി ആരും കാണാതെ പുറത്തേക്ക് നടന്നു. ഗാർഡ്സിന്റെ കണ്ണിൽപ്പെടാതെ അവൻ ഗേറ്റിന് മുന്നിലേക്ക് നടന്നു. റോഡിൽ നിറയെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അവൻ അതെല്ലാം ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് ഒരു കാർ വന്ന് അവന്റെ മുന്നിൽ വന്നു നിന്നത്. അവൻ ഞെട്ടിപ്പോയി. അതിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് അവൻ അതിശയിച്ചു. ഇതാര്, ലില്ലി ആന്റിയോ? അശ്വിൻ സന്തോഷത്തോടെ ചോദിച്ചു. അവന്റെ മുഖത്ത് ചിരി വിടർന്നു. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ലില്ലിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. എന്റെ മോനെ, നീ എവിടെയായിരുന്നു ഇത്രനാൾ? ഞാൻ ഒരുപാട് തിരഞ്ഞല്ലോ, നിനക്ക് എന്ത് പറ്റി? അവൾ അവന്റെ മുഖത്ത് തലോടി ചോദിച്ചു. അവന്റെ നെറ്റിയിലെ മുറിവ് അവൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇതെന്തു പറ്റിയതാ മോനെ? ലില്ലി വേദനയോടെ ചോദിച്ചു. അത് പിന്നെ, അശ്വിൻ ഒന്നും മിണ്ടിയില്ല. അല്ല, മോനെന്തിനാ ഇവിടെ വന്നത്? ലില്ലി ചോദിച്ചു. എനിക്ക് അമ്മയെ കാണണം, ഞാൻ അമ്മയെ തിരക്കിയിറങ്ങിയതാ, അശ്വിൻ പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ട് ലില്ലിയുടെ നെഞ്ചു പിടഞ്ഞു. നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം, ഇപ്പൊ മോൻ എന്റെ കൂടെ വാ, അവൾ പറഞ്ഞു. അശ്വിൻ സന്തോഷത്തോടെ തലയാട്ടി. അവൻ അവളെ കാറിലേക്ക് കയറ്റി. പിന്നെ അവിടെ നിന്നും യാത്ര തിരിച്ചു. അശ്വിനെ കണ്ടുമുട്ടിയത് ദൈവാനുഗ്രഹമായിട്ട് അവൾക്ക് തോന്നി. അവൾ വേഗത്തിൽ സിദ്ധാർത്ഥിനെ വിളിച്ചു. പക്ഷേ അവൻ കോൾ എടുത്തില്ല. വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾക്ക് ഭയം തോന്നി. അവൻ വേഗത്തിൽ അശ്വിനെയും കൂട്ടി നേരെ ലാവണ്യയുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തിയിരുന്നു. അവൻ ഡോറിൽ ആഞ്ഞടിച്ചു. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ, അതുപോലെ തന്നെ ഹൈപ്പ് തരാനും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. എന്നും മുടങ്ങാതെ ഇതുപോലെ നിങ്ങൾക്ക് എപ്പിസോഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ തിരിച്ചിങ്ങോട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് കേട്ടോ. പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇനി നാളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.